നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ നേതാക്കളും ഭീകര ഗ്രൂപ്പുകളുടെ തലവന്മാരും എപ്പോൾ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ല, മൊസാദ് തലവൻ ഡേവിഡ് ഡാഡി ബർണിയയാണ്. മൊസാദ് എന്ന ഇസ്രയേലിന്റെ ചാര സംഘടനയെ നെഞ്ചിലേറ്റുന്ന കോടിക്കണക്കിന് പേരുടെ ഹീറോയാണ് ഡേവിഡ് ബർണിയ. എന്നാൽ ഇറാനും ഭീകര ഗ്രൂപ്പുകൾക്കും വില്ലനും രക്തരക്ഷസുമാണ് അദ്ദേഹം. ഡേവിഡ് ഡാഡി ബർണിയ വെറുമൊരു നേതാവല്ല, ശത്രുക്കൾ പോലും ആരാധിക്കുന്ന പോരാളിയും യുദ്ധതന്ത്രജ്ഞനുമാണ്. ഇന്നിപ്പോൾ ഇറാന്റെ തലയെടുക്കുന്നതിലേക്ക് വരെ ഇസ്രയേൽ യുദ്ധക്കളത്തിൽ കലി പൂണ്ടിറങ്ങിയിരിക്കുമ്പോൾ ഡേവിഡ് ഡാഡി ബർണിയയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല. ജൂതനും ജൂതരാഷ്ട്രത്തിനും കാവൽ മാലാഖയായി നിൽക്കുന്ന ബർണിയയുടെ തലയെടുക്കാൻ ഇറാൻ 18 അടവും പയറ്റി തോറ്റവരാണ്. എന്തിനേറെ, ഗാസയിൽ യുദ്ധം മൂർച്ഛിച്ചു നിൽക്കുമ്പോൾ ദോഹയിലെത്തിയ ബർണിയയുടെ തലയെടുക്കാൻ ഇറാൻ ആളെ പറഞ്ഞയച്ചിരുന്നു. എന്നിട്ടും രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ദോഹയിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വേണമെന്നും ഉടൻ തന്നെ എത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഖത്തർ CIA തലവനെയും മൊസാദ് തലവനെയും വിളിക്കുന്നു. ഇങ്ങനെ ദോഹയിൽ, അതായത് ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ദോഹയിൽ ചർച്ച നടക്കാൻ പോകുകയാണ്. പക്ഷേ ഈ ചർച്ചയിൽ നിന്ന് അവസാന നിമിഷം ഹമാസ് പിന്മാറുന്നു. അങ്ങനെ ദോഹയിൽ CIA തലവനും മൊസാദ് തലവനും ഉണ്ടായിരുന്നു. ഇവിടെ മൊസാദ് തലവനെ വധിക്കാൻ വേണ്ടിയായിരുന്നു ഹമാസും ഇറാനും ചേർന്ന് വെടിനിർത്തൽ കരാർ എന്ന ഒരു ഉണ്ടയില്ല വെടിയുമായി വന്നത്. ഇത് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ പൊടുന്നനെ മൊസാദ് തലവനെ കാണാതാകുന്നു. അദ്ദേഹം സുരക്ഷിതനായി ഇസ്രയേലിൽ എത്തുന്നു. ഇറാന്റെയും ഹമാസിന്റെയും കിളി പോയി. അവർ ഒരുക്കിയ പത്മവ്യൂഹം ഭേദിച്ച് ഡേവിഡ് ഡാഡി ബർണിയ കൂളായിട്ടാണ് ഇസ്രയേലിൽ ചെന്ന് കയറിയത്. 2021 ജൂണിൽ ബർണിയ മൊസാദ് തലപ്പത്തേക്ക് വന്നതോടെ ഇറാന്റെ നെഞ്ചിൽ റീത്തുവച്ചതാണ്. പിന്നീട് ഇങ്ങോട്ട് പശ്ചിമേഷ്യൻ സമാധാനവും സംഘർഷവും ബർണിയയുടെ വിരൽ തുമ്പിലായി. 1965 മാർച്ച് 29 അഷ്കലോണിലാണ് ഡേവിഡ് ബർണിയ ജനിച്ചത്. നാസികളുടെ വേട്ടയാടലിനിരയായ യഹൂദ കുടുംബത്തിലായിരുന്നു ജനനം. പിതാവ് ജോസഫ് ബ്രണ്ണർ ബർണിയ, മാതാവ് നവോമി. ജോസഫ് ബർണിയ നാസി ജർമ്മനിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം പലായനം ചെയ്ത് ഇസ്രയേലിലേക്ക് കുടിയേറി. ഇസ്രയേൽ സൈന്യത്തിൽ ജോസഫ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നബി യുഷയിലും സഫേദിലും സംഘടനയുടെ 3ാം ബറ്റാലിയനുമായി യുദ്ധം ചെയ്തു. തുടർന്ന് ലഫ്റ്റനന്റ് കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു. ഇസ്രയേലി വ്യോമസേന നദിരനിൽ മാനേജർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ നവോമി SS പാട്രിയയിൽ ജനിച്ച് അധ്യാപികയായും സ്കൂൾ പ്രിൻസിപ്പലായും ജോലി ചെയ്തു. ഡേവിഡ് ബർണിയ ടെൽ അവീവിലെ മിലിറ്ററി ബോർഡിംഗ് ഫോർ കമാൻഡിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് 1983 IDFിൽ ചേർന്നു. ജനറൽ സ്റ്റാഫ് റെക്കഗ്നൈസൻസ് യൂണിറ്റിൽ സൈനിക സേവനം ചെയ്തു. തുടർന്ന് വീണ്ടും പഠനത്തിനായി അമേരിക്കയിലേക്ക് പോകുന്നു. ന്യൂയോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിരുദവും പേസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBAയും നേടി. തുടർന്ന് ഇസ്രയേലിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ബിസിനസ് മാനേജരായി ജോലി ചെയ്യുന്ന കാലം. എന്നാൽ ഇതൊന്നുമല്ല തന്റെ കർമ്മ മണ്ഡലമെന്ന് അദ്ദേഹത്തിന് ഇടയ്ക്കിടെ തോന്നിക്കൊണ്ടേയിരുന്നു. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. പിതാവ് അതിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. ജൂതവികാരം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കുടുംബമാണ് ജോസഫ് ബർണിയയുടേത്. ആ വികാരം തന്റെ മകനിലും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജോസഫ് ഏറെ സന്തോഷിച്ചു. ഡേവിഡിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ആ പിതാവ് ഉത്സാഹം കാണിച്ചു. അവിടെ നിന്നാണ് ഡേവിഡിന്റെ ജീവിതം തന്നെ മാറി മറിയുന്നത്. തന്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്ന, വികാരമായിരുന്ന മൊസാദ് എന്ന പേര് ഡേവിഡിന്റെ ഉറക്കം കെടുത്തുന്നു. പിന്നീട് മൊസാദിൽ ചേരാനുള്ള ശ്രമങ്ങളായിരുന്നു. ഒടുവിൽ 1996 ബർണിയ മൊസാദിൽ ചേർന്നു. അദ്ദേഹം സോമറ്റ് ഡിവിഷനിൽ സേവനമനുഷ്ഠിച്ചു. ഇസ്രയേലിലും വിദേശത്തും പ്രവർത്തന യൂണിറ്റുകളുടെ കമാൻഡറായി. 2.5 വർഷക്കാലം നുഴഞ്ഞു കയറുന്നതിനും ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ചുമതലയുള്ള കേഷറ്റ് ഡിവിഷന്റെ ഉപമേധാവിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2013 അദ്ദേഹത്തെ സോമറ്റ് ഡിവിഷന്റെ തലവനായി നിയമിച്ചു. ഏറ്റെടുത്ത ജോലികളിൽ കൃത്യതയും ചടുലമായ വേഗവും ഡേവിഡിനെ തുണച്ചു. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ പ്രിയപ്പെട്ടവനായി ഡേവിഡ് ബർണിയ മാറി. പിന്നീട് പിറന്നത് ചരിത്രമാണ്.
ഡേവിഡിലെ രാജ്യസ്നേഹം മൊസാദ് സംഘടനയ്ക്ക് കൂടുതൽ ആവേശം പകർന്നു. ഏത് ഓപ്പറേഷനും ഡേവിഡിനെ വിശ്വസിച്ചേൽപ്പിക്കാമെന്ന വിശ്വാസം മൊസാദ് തലവനുണ്ടാകുന്നു. അങ്ങനെ 2019 മൊസാദിന്റെ ഉപമേധാവിയായി അദ്ദേഹം നിയമിതനാകുന്നു. ഈ സമയം മുതലാണ് മിഡിൽ ഈസ്റ്റിലെ ഭീകര ഗ്രൂപ്പുകളുടെ പേടി സ്വപ്നമായി ഡേവിഡ് ബെർണിയ മാറുന്നത്. ഇറാന്റെ കണ്ണിലെ പ്രധാന വില്ലനായും മാറി. എന്നാൽ ഇതൊക്കെ അദ്ദേഹത്തിന് ബഹുമതികളായിരുന്നു. ഒട്ടും വൈകിയില്ല 2021 ജൂണിൽ അദ്ദേഹം മൊസാദിന്റെ തലവനാകുന്നു. ഡേവിഡ് ബെർണിയ ഇസ്രയേലിന്റെ കാവലായി തുടരുന്ന കാലത്ത് ഒക്ടോബർ 7 ഹമാസ് നടത്തിയ പ്രഹരം ലോകത്തെ ഞെട്ടിച്ചു. ഡേവിഡിന്റെ ആത്മാഭിമാനത്തിനേറ്റ മുറിവായി ഒക്ടോബർ 7. എന്നാൽ ശത്രുക്കൾ തീക്കളിയാണ് കളിച്ചത്. ശരിക്കും ഭീകരർ ഭയക്കേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അല്ല, ഡേവിഡ് ബെർണിയെയാണ്. പിന്നീട് ഇങ്ങോട്ട് ശത്രുക്കൾ കുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 1139 ഇസ്രയേലികളെയാണ് ഹമാസ് 2023 ഒക്ടോബർ 7 കൊന്നൊടുക്കിയത്. 251 ഇസ്രയേലികളെ ഉൾപ്പെടെ തടവിലാക്കി. ആ ചോരയ്ക്ക് മറുപടി പറയാൻ ഡേവിഡ് സടകുടഞ്ഞിറങ്ങിയപ്പോൾ പശ്ചിമേഷ്യ കത്തിയമർന്നു. ഗാസ മുച്ചൂടും മുടിച്ചുകൊണ്ടാണ് ഡേവിഡും കൂട്ടരും കളത്തിൽ നിറഞ്ഞത്. മൊസാദിന്റെ വീര്യം ചോർന്നു പോയിട്ടില്ല എന്ന് ബെർണിയ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുത്തു. സുരക്ഷിതരെന്ന് അഹങ്കരിച്ച ഹമാസ് നേതാക്കളെ അവർ ഒളിച്ചിരിക്കുന്ന മടയിൽ കയറി തീർത്തു. 2024 ജൂലൈ 31 ഇറാനിൽ കയറി ഖമനേയിയുടെ ചിറകിനടിയിൽ നിന്ന് തൂക്കി ഇസ്മയിൽ ഹനിയയെ തീർത്തുകെട്ടി. ഹനിയയുടെ ജീവൻ എടുത്തിട്ടും ബെർണിയയുടെ ഭീകരരുടെ ചോര കുടിക്കാനുള്ള കൊതി തീർന്നില്ല. പിന്നീട് ലബനനിലേക്ക് തിരിഞ്ഞു. പേജറുകളിൽ സ്ഫോടനം നടത്തി അമേരിക്കയുടെ ചാര സംഘടന CIA പോലും ഞെട്ടിച്ചുകൊണ്ട് മൊസാദ് ആ നീക്കം നടത്തി. 3000 പേജറുകൾ ഒരേ സമയം ലബനനിൽ പൊട്ടിച്ചിതറി. ഹിസ്ബുള്ളകളുടെ കണ്ണും മൂക്കും ചെവിയും ചിതറിപ്പോയി. ഇതെങ്ങനെ മൊസാദ് നടപ്പാക്കിയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. തീർന്നില്ല. ഇസ്രയേൽ കാത്തിരിക്കൂ, സർപ്രൈസുകൾ വരുന്നുണ്ടെന്ന് വെല്ലുവിളിച്ച ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ തലയെടുത്ത് ഇറാന്റെ കണ്ണിൽ ഭീതി നിറച്ചു. ഇതിന് പിന്നാലെയാണ് ആയത്തുള്ള അലി ഖമനേയി തന്റെ കൊട്ടാരം വിട്ട് ഒളിത്താവളത്തിൽ അഭയം തേടിയത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഖമനേയി രംഗത്തേക്ക് വന്നു നിന്ന് വീണ്ടും വലിയ വെല്ലുവിളിയാണ് ഇസ്രയേലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും ഉയർത്തിയിരിക്കുന്നത്. ഒക്ടോബർ 7 ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഡേവിഡ് ബെർണിയ ആയത്തുള്ള അലി ഖമനേയിക്ക് വെച്ചിരിക്കുന്ന സർപ്രൈസ് എന്താണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ലോകം അതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഡേവിഡ് ഡാഡി ബെർണിയ ഇസ്രയേലിന്റെ കാവൽ മാലാഖയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.